Hi and welcome to Exam Point. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസ് ആണ്. അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം +1 പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടായിരിക്കും അല്ലേ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഒട്ടും ടെൻഷൻ വേണ്ട, വളരെ ഈസി സബ്ജക്റ്റാണ്. നമ്മുടെ കൊമേഴ്സിലെ സബ്ജക്ട്സിൽ ഏറ്റവും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ബിസിനസ് സ്റ്റഡീസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റർ 1 പോകാം. അപ്പോൾ ചാപ്റ്റർ 1 പേരെന്തായിരുന്നു? ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്നതാണ് ചാപ്റ്റർ 1. അപ്പോൾ യൂഷ്വലി നമ്മൾ ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്നത് നമ്മൾ എന്താ പറയുക സൈമിൾട്ടേനിയസ്ലി യൂസ് ചെയ്യാറുണ്ട് അല്ലേ, മാറി മാറി ഉപയോഗിക്കാറുണ്ട്. എല്ലാവരുടെയും വിചാരം മൂന്നും ഒരു ഐറ്റമാണെന്നാണ് അല്ലേ. അപ്പോൾ ശരിക്കും എന്താണ് ഈ വ്യത്യാസം എന്നത് മിസ് പഠിപ്പിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് പരിചയപ്പെടുന്നത് ബേസിക്സ് ഓഫ് ബിസിനസ് സ്റ്റഡീസ് ആണ്. അതായത് എന്താണ് ബിസിനസ്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ബിസിനസ്, അതിലെ റിസ്ക് എന്തൊക്കെയാണ്, അതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് മിസ് ഈ ചാപ്റ്റർ പ്രിപ്പയർ ചെയ്തേക്കുന്നത് 2 കൂട്ടർക്ക് വേണ്ടിയാണ്. ഒന്ന് ലെങ്തി ആയിട്ട്, അതായത് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് വായിക്കാൻ മടിയായിട്ടുള്ള കൂട്ടർക്ക് വേണ്ടി. ഓക്കെ, ആൻഡ് രണ്ടാമത്തെന്ന് പറയുമ്പോൾ എത്ര വായിച്ചാലും മീനിങ് മനസ്സിലാത്തവർക്കും വേണ്ടിയാണ് മിസ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്നതാണ്. എന്തെന്നായിരുന്നു ഫസ്റ്റ് ടോപ്പിക്? ഹിസ്റ്ററി ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന, അതായത് നമ്മുടെ ചുറ്റിനും ഇന്ന് കാണുന്ന ഈ ബിസിനസ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല. അതിനു പകരം ഇത് വളരെയധികം വർഷങ്ങൾക്ക് മുൻപ് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഈ BMW ബെൻസിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് നമ്മളുടെ കാളവണ്ടിയുടെ കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഹിസ്റ്ററി എന്നത്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാരപ്പൻ ആൻഡ് മോഹൻജദാരോ ഇൻ 3000 BC. അപ്പോൾ ഈ ഹാരപ്പൻ ആൻഡ് മോഹൻജദാരോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ ഏൻഷ്യൻറ്റ് സിവിലൈസേഷൻ ആണ് അല്ലേ. അപ്പോൾ അന്ന് തുടങ്ങിയേ, അതായത് 3000 BC തുടങ്ങിയേ എന്തുണ്ട്? ബിസിനസ് ഉണ്ട്. അപ്പോൾ 3000 BC തുടങ്ങിയാണ് നമ്മുടെ ബിസിനസ് ഉള്ളത്. അപ്പോൾ മിസ് ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, മിസ്സിന് എങ്ങനെ അറിയാം ഇത് അന്ന് തുടങ്ങിയുള്ളതാണെന്ന്? അത് പറഞ്ഞുതരാം. ഈ 3000 BC തുടങ്ങിയുള്ളതാണെന്ന് നമ്മൾ ആക്ച്വലി ഒന്ന് പറഞ്ഞറിഞ്ഞ് ഇങ്ങനെ വേർഡ് ഓഫ് മൗത്ത് വഴി ഉണ്ടാക്കിയതല്ല, അത് നമ്മൾ കണ്ടുപിടിച്ചതാണ്. അതായത് പണ്ടത്തെ പുരാവസ്തു ഗവേഷണങ്ങളിലൂടെ നമ്മൾക്ക് പണ്ടത്തെ ഐറ്റംസ് കിട്ടും അല്ലേ. നമുക്ക് പണ്ടത്തെ കോയിൻസ് ലഭ്യമായിട്ടുണ്ട്, അതേപോലെ ബാലൻസസ്, ത്രാസുകളൊക്കെ ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ പിക്ചറാണ് ഈ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഐറ്റമിലൂടെ, അതായത് ഈ കോയിൻസും ഈ ബാലൻസസിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്തെന്ന് അന്നും ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നേച്ചല്ലേ. അപ്പോൾ അന്നും ട്രേഡ് നടന്നിരുന്നെന്ന് നമ്മൾ മനസ്സിലായത്. അപ്പോൾ ക്ലിയർ ആയല്ലോ, അതാണ് നമ്മുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് ഹിസ്റ്ററി ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് നമ്മൾ നോക്കിയല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ കാലഘട്ടങ്ങളിൽ തുടങ്ങിയാണ് ഈ ബിസിനസ് വന്നതെന്ന്. ഇനി പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ്, അതാണ് ഇൻഡിജിനിയസ് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് തദ്ദേശീയ ബാങ്കിങ് സംവിധാനം. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷന് വേണ്ടി നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം? ബിൽ ഓഫ് എക്സ്ചേഞ്ച് യൂസ് ചെയ്യാം, പ്രോമിസറി നോട്ട് യൂസ് ചെയ്യാം, അതുപോലെ പല കാര്യങ്ങളും നമുക്ക് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. പക്ഷേ അന്ന്, അതായത് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾക്ക് ഈ ക്രെഡിറ്റ് ട്രാൻസാക്ഷന് വേണ്ടി എന്താണ് യൂസ് ചെയ്തതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവർ പറയാൻ പോകുന്നത്. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് മെറ്റാലിക് മണി ആൻഡ് ഡോക്യുമെൻറ്റ്സ് സച്ച് ആസ് ഹുണ്ടി ആൻഡ് ചിട്ടി. ഈ ഹുണ്ടിയും ചിട്ടിയുമാണ് ഇന്നത്തെ പ്രോമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് പകരം യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഹുണ്ടി എന്ന് പറഞ്ഞ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതെപ്പോഴും ചോദിക്കാറുമുണ്ട്. അപ്പോൾ നിങ്ങളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് നോക്കാം. അപ്പോൾ ഹുണ്ടി ഇസ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ ഇൻ റൈറ്റിംഗ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴേ നമ്മുടെ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പോലെ തന്നെ എന്താ പറയുക, ഒരു റെസീപ്റ്റാണ്. അത് നമ്മൾ ഇൻ റിട്ടൺ ആയിട്ടാണ്, എഴുതിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ള എന്താണോ കണ്ടീഷൻസ് അതെല്ലാം നമുക്ക് എഴുതി ചേർക്കാം. ഓക്കെ ആണല്ലോ, ശരി. ആൻഡ് മെയ്ഡ് ബൈ എ പേഴ്സൺ. അപ്പോൾ ഇത് ആരാ ഉണ്ടാക്കുന്നത്? ഒരു പേഴ്സൺ ആയിരിക്കും അത് ഈ ഹുണ്ടി എന്ന് പറഞ്ഞ ഈ റെസീപ്റ്റ് ഉണ്ടാക്കുന്നത്. ആൻഡ് അയാൾ എന്താ ചെയ്യുന്നത്? ആൻഡ് ഡയറക്റ്റിംഗ് അനദർ പേഴ്സൺ ടു പേ എ സർട്ടൻ സം ഓഫ് മണി. അപ്പോൾ ഇത് മിസ് ഒരു എക്സാമ്പിൾ വഴി പറഞ്ഞു തരാം ഇതെന്താണ്.
അതായത് ഞാനാണ് ഹുണ്ടി റെസിപ്റ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഇതിൽ വേറൊരാളോട് ഒരു സർട്ടൻ സം ഓഫ് മണി പേ ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണോ ചെയ്യുന്നത് ആ സെയിം പേർപ്പസ് തന്നെയായിരുന്നു അന്നത്തെ കാലത്ത് ഈ ഹുണ്ടി എന്ന് പറഞ്ഞ സാധനം ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി these are used as a form of remittance instruments to transfer money from one place to another. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഈ റെസിപ്റ്റ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നോക്കാം ഇതിൻ്റെ യൂസസ്. അപ്പോൾ യൂസസ് ഓഫ് ഹുണ്ടി. ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് ടു ട്രാൻസ്ഫർ ഫണ്ട് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത പ്ലേസിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഹുണ്ടി വഴി യൂസ് ചെയ്യാം. ആൻഡ് സെക്കൻഡ് യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ആക്ട് ആസ് എ ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്. നമുക്ക് ഒരു മണി ബോറോ ചെയ്യാൻ വേണ്ടി, നമുക്ക് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിരുന്നു വെച്ചു അന്നത്തെ കാലത്ത് ആൾക്കാർ. ആൻഡ് ലാസ്റ്റ് യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ട്രേഡ് ട്രാൻസാക്ഷൻ ആസ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അതായത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞില്ലേ, ഇന്ന് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് യൂസ് ചെയ്യുന്നത് പോലെയാണ് അന്നൊരു 3000 BC അല്ലെങ്കിൽ ഏൻഷ്യൻ സിവിലൈസേഷനിലെ ആൾക്കാർ ഈ ഹുണ്ടി റെസിപ്റ്റ്സ് യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു റെസിപ്റ്റിൻ്റെ ഒരു ഫോട്ടോ ആണ് മിസ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ ആയല്ലോ? അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, നിങ്ങളിത് മാർക്ക് ചെയ്ത് വെക്കണം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് റൈസ് ഓഫ് ഇൻ്റർമീഡിയറീസ് ആണ്. ഇൻ്റർമീഡിയറീസ് എന്ന് പറഞ്ഞാൽ ഇടനിലക്കാർ എന്നാണ് അർത്ഥം. അപ്പോൾ എന്തെന്നായിരുന്നു ഇന്റർമീഡിയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇടനിലക്കാർ. അപ്പോൾ പണ്ട് എങ്ങനെയായിരുന്നു ബിസിനസ് നടന്നുകൊണ്ടിരുന്നത്? ഒരാൾ അവർക്ക് വിൽക്കാനുള്ള ഐറ്റം കൊണ്ടുവരും, അപ്പോൾ കോയിൻ കൊടുക്കും. ഇപ്പം ഇന്ന് നമ്മൾ നോർമൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് പോലെയായിരുന്നു പണ്ടത്തെ ട്രാൻസാക്ഷൻസും. പക്ഷേ ഇങ്ങനെ പോകുമ്പോൾ ഒരു എക്കണോമിക് ആക്ടിവിറ്റി, അതായത് നമുക്ക് കുറേ അധികം കാര്യങ്ങൾ ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇടനിലക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇടനിലക്കാർ എന്ന് പറഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്യുന്നത് ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ് ആൻഡ് കമ്മീഷൻ ഏജൻറ്റ്സ് ആൻഡ് ബ്രോക്കേഴ്സ്. ഇവരെയാണ് നമ്മൾ ഇടനിലക്കാർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇന്റർമീഡിയറീസ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയേണ്ടത് എന്തൊക്കെയാണ്? ദീസ് ആർ ദ ഇന്റർമീഡിയറീസ് എന്ന് പറഞ്ഞ് ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, കമ്മീഷൻ ഏജൻറ്റ്സ് ആൻഡ് ബ്രോക്കേഴ്സ്. അപ്പോൾ ഇവരെന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ട്രേഡ് കുറച്ചും കൂടി ഈസി ആക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇവർ നമ്മളുടെ ഒറിജിനൽ കൺസ്യൂമേഴ്സും മാനുഫാക്ചേഴ്സിൻ്റെയും ഇടനിലയ്ക്ക്, അതായത് നടുക്ക് നിന്നിട്ട് അവരെന്ത് ചെയ്യും? ട്രേഡ് വളരെ ഈസി ആയിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യും. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതാണ് റൈസ് ഓഫ് ഇൻ്റർമീഡിയറീസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആൻഡ് സർട്ടൻ കേസസിൽ നമ്മൾ ബാങ്കിനെയും ഇൻ്റർമീഡിയറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ലേറ്റർ ഇവോൾവ് ടു ഫിനാൻസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. അതായത് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? ഇൻഡസ്ട്രീസിന് ലോൺ കൊടുക്കുന്നു. അങ്ങനെ കിട്ടുന്ന ലോണിൻ്റെ എമൗണ്ട് വെച്ചിട്ടാണ് അവരുടെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ റൈസ് ഓഫ് ഇൻ്റർമീഡിയറീസിൽ പെടുന്നത്. അപ്പോൾ ഇൻ്റർമീഡിയറീസ് എന്ന് പറയുന്നത് ഇടനിലക്കാർ എന്നതാണ്. അപ്പോൾ ആരൊക്കെ ഇടനിലക്കാരായിട്ട് വരും? ഹോൾസെയിലർ, റീറ്റെയിലർ, ഏജൻറ്റ്സ്, എല്ലാവരും ഇടനിലക്കാരാണ്. ഓക്കെ ആയല്ലോ? ഇന്നത്തെ കാലത്ത് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലോട്ട് എന്തായിരിക്കും ഓർമ്മ വരുന്നത്? ഒരു ബിസിനസ്സിൽ ഒരു ലോറി വന്നിട്ടുണ്ട്, ആൻഡ് ലോറിയിൽ നിന്ന് ഗുഡ്സ് ഇറക്കുന്നു അഥവാ കയറ്റി കൊടുക്കുന്നു അല്ലേ? പക്ഷേ പണ്ടത്തെ കാലത്ത് നമുക്ക് ലോറിയോ അല്ലെങ്കിൽ ഇത്രയധികം മോഡേണൈസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഇല്ലായിരുന്നു. അന്ന് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? കാളവണ്ടിയും ഷിപ്പൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും നമ്മൾ 2 വേസ് ആണ് യൂസ് ചെയ്തിരിച്ചത്, ലാൻഡ് വേസ് ആൻഡ് വാട്ടർ വേസ് അല്ലേ? അപ്പോൾ ലാൻഡ് വേസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ബുള്ളറ്റ് കാർട്ട്സും കാളവണ്ടികളൊക്കെ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്, കാരണം വേറെ മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇനി വാട്ടർ വേസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഷിപ്സ് ഒക്കെയാണ്. നമ്മൾ പല രാജ്യങ്ങളിലോട്ടും നമ്മളുടെ ഐറ്റംസ് കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്തിരുന്നത് എന്തിലൂടെയാണ്? ഷിപ്പിലൂടെയാണ് അല്ലേ? അപ്പോൾ ട്രാൻസ്പോർട്ട് എന്നതുകൊണ്ട് 2 വേസ് ആണ് നമ്മളിവിടെ പറയുന്നത്. എന്തൊക്കെയാണ്? ലാൻഡ് വേസ് ആൻഡ് വാട്ടർ വേസ്.